നിങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ആദ്യം മുതലേ വേണം. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു രീതിക്കല്ല നിങ്ങൾ ഈ കൺട്രി നിങ്ങളെ കറക്കാൻ പോകുന്നത്. സോ ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കേസാണ്. അതായത് റിയാലിറ്റി മറന്ന് നടക്കുന്ന സ്റ്റുഡൻസ്. അതെ, കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും, പക്ഷേ ഞാനിവിടെ വന്ന് സമയം തൊട്ട് ഇന്നേക്ക് വരെ ഞാൻ കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചെയ്യുന്നതും അവർ പഠിച്ചത് എന്താണ്, അവരിപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്താണ്, അങ്ങനെ കുറേ അനവധി കാര്യങ്ങൾ. അവർ എന്താണ് അവരുടെ ലക്ഷ്യം, നാട്ടിൽ വെച്ചെടുത്ത ആ ഡിസിഷൻ അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ കാണുക. ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, പ്രത്യേകിച്ച് UK ആയിട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു രീതിക്കല്ല നിങ്ങൾ ഈ കൺട്രി നിങ്ങളെ കറക്കാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ കോഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇപ്പോൾ UK ആയിട്ട് വന്നാൽ മതി, ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് രക്ഷപ്പെട്ട് എന്നൊരു മൈൻഡ് സെറ്റ് വന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വന്ന ആദ്യം താമസിച്ച സ്ഥലത്ത് കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഇത് ആ ഒരു പെരുമാറ്റവും അവരുടെ നടപ്പും രീതിയും എനിക്ക് മനസ്സിലായി. അടിച്ചുപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സെറ്റ് ജീവിതം. അവർ വന്നിട്ട് 6-7 മാസത്തോളം ഒരു പാർട്ട് ടൈം അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊന്നും കാണാറ് പോലുമില്ല. 28 പേര് അവിടെ തെരാപ്പാര നടന്ന് വലിയും ഇതൊക്കെ ആയിട്ട് അങ്ങ് പോകും. ഉള്ളതാണ് ഇവിടെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ശുബലമായ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇങ്ങനത്തെ കുറെ അഡിക്ഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തേഞ്ഞ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോ ഒരു നല്ലൊരു ആളാണ്, നിങ്ങൾ പക്ഷെ ചെന്ന് കയറുന്നത് ഇങ്ങനത്തെ ഒരു എന്നാ പറയാനാ കൂട്ടിലേട്ടാണെന്നുണ്ടേ ഇന്നുപോലെ നീടെ പെട്ട്. കാരണം നിനക്കൊരു പ്രോഗ്രസ് ഉണ്ടാവത്തില്ല. നീ വേണമെങ്കിൽ ഓക്കെ നിനക്ക് രക്ഷപ്പെടണം, ഓക്കെ നീ അവിടെ നിന്ന് അപ്ലൈ ചെയ്യണത്. ഇപ്പൊ മറ്റേ വേറെ പാടം നോക്കാം, അവിടെ ഇന്ന പരിപാടി നടക്കുന്നുണ്ട്, വാ ഇവിടേക്ക് ഇത് ഒരു ദിവസത്തേക്ക് ഉള്ളു, വാ നിന്നെ വിളിച്ചിട്ട് നിന്റെ ആ പ്രോസസ് അവിടെ കട്ടായി. അതേസമയം പറ്റണമെന്നുണ്ട് വല്ല ഒറ്റയ്ക്കൊക്കെ പോയി താമസിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് പാർട്ട് ടൈമും കിട്ടും. അങ്ങനെ നിങ്ങൾ കയറി പോകും. അല്ലാത്ത പക്ഷം ഒരു റിയാലിറ്റിയും ഒരു ചിന്താഗതി ചിലപ്പോൾ അൾട്രാ റിച്ച് ആയിരിക്കും, അവനോട് ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. അതിനിപ്പോ ഇവിടെ ജോലി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവന്റെ സ്റ്റുഡന്റ് ലോണും കാര്യമൊക്കെ അവിടെ കവർ ആവാൻ അവന് ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. പക്ഷെ നീ ഒന്നേക്കണേ എങ്ങനെ എഡ്യൂക്കേഷൻ ലോണിലാണ്. നീ അടച്ചില്ലെന്നുണ്ടെ നിന്റെ വീടും ആധാരമൊക്കെ ബാങ്കുകാരും ഉണ്ടോ. സോ ആ ഒരു റിയാലിറ്റി നിങ്ങൾ എപ്പോഴും മനസ്സിലായി. ഇതെനിക്കും എൻ്റെ ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് മനസ്സിലായതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ വന്ന ഈ ചേട്ടന്മാരെ കണ്ട് ഞാനിപ്പോൾ ആലോചിച്ച് ഇതന്നെ ഇവർക്കൊന്നും ഒരു ചൂടില്ല. എന്ന് വെച്ചാൽ ചുമ്മാ കാള കളിച്ചുള്ള ജീവിതം. അവിടെ പോകുന്നു, പാർട്ടിക്ക് പോകുന്നു, ഇന്ന കാട്ടിൽ ഒരു പാർട്ടി നടപ്പുണ്ട്, അത് വേറെ അങ്ങനത്തെ കുറെ ടീം. പിന്നെ കുറെ ടീമൊക്കെ ജോലി ഇങ്ങനെ വേണമെന്നുള്ളൊരു കാരണം എന്ന് വെച്ചാൽ കയ്യിൽ ഫണ്ടൊന്നും ഇല്ല. അപ്പൊ ജോലി വേണമെന്നുള്ള രീതിക്ക് നടപ്പുണ്ട്. പക്ഷെ 1-2 ആപ്ലിക്കേഷനൊക്കെ വിട്ടിട്ട് ഓക്കെ ഇന്നത്തേക്കായെന്ന് പറഞ്ഞു പിന്നെ വേറെ അതിന്റെ പുറകെ പോകും. അങ്ങനെ അത് ഞാൻ പണ്ടേ പറഞ്ഞു ഇവിടെയൊക്കെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. ഇപ്പൊ പാർട്ട് ടൈം ആയിക്കോട്ടെ, നിങ്ങളൊരു ദിവസം തന്നെ ഒരു 100 ആപ്ലിക്കേഷൻ വിട്ടാലായിരിക്കും അവിടുന്ന് ഏതെങ്കിലും ഒരു 1-2 ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ ആയെന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പെടണം, പോയി ചോദിക്കണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കൂട്ടിലായിട്ടാ പോയി പെടണം എന്നുണ്ടെ നിങ്ങൾ തേഞ്ഞ്. അല്ലാത്ത പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഒരു എഫേർട്ട് ഇട്ട് അവിടെ നിന്ന് ചാടി മര്യാദക്ക് കിടക്കാൻ നോക്കുക. അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടാക്കി കിട്ടിയാലും മതി, നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ കൺസെൻസിന് കുറെ പ്രാധാന്യമുള്ള ഒരു കൺട്രി. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നേക്കണം, നിങ്ങൾക്ക് ഇവിടെ പാരന്റ്സും കാര്യമൊന്നും ഇല്ല. അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു അവിടെ, അപ്പൊ അങ്ങനെയൊക്കെ കയറാൻ നാട്ടിൽ നടക്കത്തില്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ കണക്ഷൻ ബിൽഡ് ചെയ്യണം. ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ എന്തോരം പേരാണ് അങ്ങനെ സ്പോൺസർഷിപ്പിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്തേക്കണം എന്നറിയാം. സോ കണക്ഷനും നെറ്റ്വർക്കിങ്ങിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഓരോരുത്തരുമായിരുന്നു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടുകെട്ടിലെ ഒരു നെറ്റ്വർക്കിംഗ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആയിരിക്കും പ്രോഗ്രസ്. വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല പാർട്ടീസിലൊക്കെ ചെന്ന് എൻഡപ്പ് ചെയ്യാം. നല്ല വേറെ കുറെ എക്സ്പ്ലോറിങ് പരിപാടി അങ്ങനെയൊക്കെ പോകും. ഇപ്പുറത്ത് നിങ്ങൾ ഭയങ്കര ഒരു എന്നാ പറയുക ലൈഫ് പ്രോഗ്രസ് ആവുന്ന രീതിക്ക് ഒരു നെറ്റ്വർക്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കയറിപ്പോകും. മനസ്സിലായോ? അപ്പൊ അതിലൊരു വലിയൊരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ അത് മൈൻഡിൽ ഓർത്ത് വെക്കുക. അത് ഫസ്റ്റ് വൺ. പിന്നെ വേറൊരു കേസാണ്, നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് സപ്പോസ് ജോലി കിട്ടി, ഓക്കെ, അപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുകയാണ്. പക്ഷെ ഞാനവിടെ കണ്ടേക്കണ കുറെ പേരെ നിങ്ങൾ അതൊരു പാർട്ട് ടൈം ജോബ് അല്ലാണ്ട് ചിലവർ ഇത് വൻ സീരിയസ് ജോബ്, ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് നടക്കണ കുറെ ടീമിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യണത് തന്നെ, ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ബംഗ്ലാദേശ് ഒരുത്തനുണ്ട്. അവനും എന്നെ പോലെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് അവൻ ഇതാണ് എൻ്റെ ജോലി, ഒയ്യോ ഇതാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീം. അപ്പൊ ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ ഇവനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ നീ പണി ചെയ്യിക്കുക, ഇത് നിന്റെ കമ്പനിയൊന്നുമല്ല, നിനക്ക് ഇവർ സ്പോൺസർഷിപ്പും തരത്തില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം മറ്റേ ആഗസ്റ്റിലെങ്ങാണ്ട് ഇവർ കുറേ ലൈസൻസ് എടുത്ത് കളഞ്ഞു സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറഞ്ഞ മറ്റേ റീറ്റെയിൽ മറ്റേത് മറിച്ചത്. മാനേജേഴ്സിന് പോലും ഇപ്പൊ കിട്ടണില്ല മറ്റേ ഈ കഫേയിലൊക്കെ നിൽക്കണം. അപ്പോ അത്രയും ഇതിലേക്ക് എടുത്ത് കളഞ്ഞ കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ആ ജോലിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ 38 ലക്ഷം 40 ലക്ഷം മീറ്റ് ചെയ്താൽ പോലും ആ ഒരു ജോബിന് സ്പോൺസർഷിപ്പ് ഇവിടെ നൽകത്തില്ല. അതിൻ്റെയൊക്കെ ഇതൊക്കെ എടുത്ത് കളഞ്ഞ അവന്മാര്. അപ്പൊ ഇന്ന കാറ്റഗറിയിലുള്ള ജോബ്സിന് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂന്നുണ്ട് മറ്റേ സ്പോൺസർഷിപ്പ്. അതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ
ഇവനൊക്കെ കാണിക്കണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ കയറി പോകണം, കയറി എവിടം വരെയും പോകും. നിങ്ങൾക്ക് ഇവിടെ ആകെ കിട്ടുന്നത്, നിങ്ങളിപ്പോ 2 ഇയർ കോഴ്സ് എടുത്തെന്ന് വെച്ചോ, 2 ഇയർ കോഴ്സ് 2 ഇയർ സ്റ്റേ ബാക്ക് 4 വർഷം കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഒരു ടീം മെമ്പർ ആയിട്ട് കയറി. എന്റെ ഒരു ഇതിൽ പോയ ആ ഒരു കഫേയിൽ പോണ ഒരു സംഭവത്തിൽ എന്ന് വെച്ചാൽ ടീം മെമ്പർ ആണ് ഏറ്റവും. പിന്നെ ടീം സ്റ്റാർ അങ്ങനെ നല്ലൊരു അത് 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 കൂട്ടണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പൊക്കത്തായിട്ട് ബാരിസ്റ്റ് ആയിട്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് ടീം ലീഡർ, പിന്നെ അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് മാനേജർ, പിന്നെ അത് കഴിഞ്ഞ് മാനേജർ. അപ്പൊ ഈ 1 2 3 4 5 കടമ്പ കിടക്കണം. ഈ 5 കടമ്പ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ 4 വർഷത്തിനുള്ളിൽ അവർ കയറ്റത്തുണ്ട്. ഈ മാനേജർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് മാനേജറിൽ കുറെ ലെവലൊക്കെ ഉണ്ട്. പിന്നെ ടീം ലീഡർ ആയിക്കോട്ടെ, ടീം ലീഡർ ആവാനായിട്ട് നിങ്ങൾക്ക് ഒരു 2 ഇയർ എക്സ്പീരിയൻസും വേണം. മാനേജർ ലെവൽ പോസ്റ്റ് പോലും എത്തും. അഥവാ ചിലവരൊക്കെ എന്തോ ഭാഗ്യത്തിന് ഈ ചില മാനേജറൊക്കെ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ട് കയറുന്ന ആൾക്കാരുണ്ട്. അല്ലാത്ത ഓപ്ഷൻ നടക്കുന്ന കേസല്ല. സോ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ആയിട്ട് തന്നെ കാണുക. അവര് ചിലവർ എന്നാ പറയുക പഠിച്ച ഫീൽഡിൽ തന്നെ ജോബ് ചെയ്യുന്നുണ്ട്. ചിലവർ ഇപ്പൊ പാർട്ട് ടൈം എന്നാ പറയുക IT സപ്പോർട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണവരുണ്ട്. അവർക്കൊക്കെ അത് പിന്നെ ഒരു ഓപ്ഷനുണ്ട്. അതെ, ഓക്കെ, എനിക്ക് ഞാൻ ഈ ഒരു ജോബ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഞാൻ പഠിച്ച ഫീൽഡും ഈ ജോബും ഏകദേശം സെയിം ആണ്, എനിക്ക് ഒന്നുകൂടി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് കുറച്ചും കൂടി പൊസിഷനിൽ മറ്റേ PSW കയറുമ്പോൾ ചാടിക്കയറാം. അങ്ങനെ പോയാണെങ്കിൽ ഒരു ഇതുണ്ട് നമുക്ക്. ഓക്കെ, അവന്റെ തോട്ട് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അവൻ്റെ ഒരു നല്ലൊരു ഗ്രോത്തിലായിട്ട് കയറി പോകും, അവന്റെ ലൈഫ് സെറ്റിൽ ആവും. പക്ഷെ ഈ റെസ്റ്റോറന്റിൽ ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ട് ടൈം ചെയ്യുന്ന ഒരു എന്തിനാണ് ഇതൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത്? അത് അങ്ങനെ കുറേയുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു ടീം, അവന് ലീഡറായേ പറ്റുള്ളൂ എന്ന് കഴിഞ്ഞ വർഷം തന്നെ മാനേജറിനോടൊക്കെ ചോദിച്ചു, എനിക്ക് ലീഡർ ആവണം. വേറൊരു എന്റെ ഷോപ്പിന് തന്നെ ഇവിടെ 700 ബ്രാഞ്ചുകളും ഉണ്ട് UK. അപ്പൊ നീ അത് ആലോചിക്കണം, ഇവിടെ അത്രയും കാശുണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ 700 ബ്രാഞ്ചുകളും ഉണ്ട്. അപ്പൊ വേറൊരു ബ്രാഞ്ചിലാണ് ഇവൻ വർക്ക് ചെയ്യണത്. ഞാനടക്കം ഇങ്ങനെ കവർ ചെയ്യാൻ നമ്മൾ അപ്പുറത്തൊക്കെ ഇങ്ങനെ ചാടി വിടാറുണ്ട് പല ഷോപ്പിലൊക്കെ. എക്സ്ട്രാ അവർ ചോദിക്കുമ്പോഴാണ് കൂടുതൽ നമ്മളിങ്ങനെ പറപ്പിക്കണം അവര്. എന്ന് വെച്ചാൽ നമുക്കൊരു ഷോപ്പിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ 35-40 മണിക്കൂറാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അവർ വേണമെന്നുണ്ട് അവർ വേറെ ഷോപ്പ് സജസ്റ്റ് ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ആളെ വേണം, നീ പോകുന്നുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ പോയപ്പോൾ ഇവനെ പരിചയപ്പെട്ടത്. അവൻ നോർത്ത് ഇന്ത്യൻ ആണ്. പക്ഷെ അവൻ എന്നെ പോലെ തന്നെ വന്ന് അവനിപ്പോ ഒരു പൊസിഷനിൽ കയറി. അവൻ അവിടെ നിന്ന് ടീം ലീഡറിലായിട്ട് ചാടണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഇത്ര എഫേർട്ട് ഇട്ടാന്ന്? ടീം ലീഡർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്ട്രെസ്സാ എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളും ഇതൊക്കെ അതിന്റെ അണ്ടറിൽ വന്നോണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ടീം ലീഡർ ആയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വിസയൊന്നും തരത്തില്ല, പിന്നെ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ എന്തിനാ എന്റെ ഇങ്ങോട്ട് ഇത്ര സ്ട്രെസ് എടുത്ത് വെക്കുന്നത്? എന്ന് വെച്ചാൽ എമൗണ്ട് വൈസ് നോക്കുകയാണെങ്കിൽ പെർ അവർ ഭയങ്കര വലിയ സാലറി ഒന്നും ഇല്ല. ഏകദേശം 50 പെൻസോ 60 പെൻസോ ഒരു ഡിഫറൻസേ ഉള്ളു. വലിയൊരു സംഭവമൊന്നും അല്ലാതെ അത് അത്രയും ഡിഫറൻസിന് വലിയ സ്ട്രെസ്സും. അപ്പൊ ഞാനോട് പക്ഷെ അവന്റെ തലയിട്ടൊന്നും കയറുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നെക്കാളും മുന്നേ വന്ന. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ ഷോപ്പിൽ പിന്നെ പറക്കുക. അപ്പൊ ഞാനോട് എന്തായി വിസയൊക്കെ ആയോന്ന് ചോദിച്ചു. ഇല്ല, വിസ ഞാൻ ഒരെണ്ണം നോക്കാനായിട്ട് ഞാൻ ഔട്ടർ ലണ്ടനിൽ പോവുക. അവർ 15 ലക്ഷമാണ് ചോദിക്കുന്നത്. എങ്ങനെ ഇരിക്കാണ് ഈ ചെറുക്കനോട് ഞാൻ കഴിഞ്ഞ വല്ല പറഞ്ഞത്, ഇവന്മാര് വലിയ സ്പോൺസർഷിപ്പ് ഒന്നും തരത്തില്ല, മര്യാദക്ക് വേറെ ഏതെങ്കിലും ജോബിനൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ നല്ല നിങ്ങൾക്ക് പഠിച്ച ഫീൽഡ് ഏതാണോ അതിന്റെ വലിയ ഇന്റേൺഷിപ്പ്. അന്നും ഇവന്റെ തലയിൽ കയറിയില്ല. അന്ന് ഇവര് ഇതിൽ പ്രൊമോട്ട് ചെയ്ത് എനിക്ക് പോകണം. എങ്ങനെ ഇരിക്കണം? 15 ലക്ഷം എങ്ങാണ്ട് കൊടുക്കാൻ പോയി പയ്യൻ. ഇനി അതുള്ളതാണോന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാനിപ്പോ പറഞ്ഞ 15 ലക്ഷം കൊടുത്ത ഇവിടെ വിസ കിട്ടും, കാശ് കൊടുത്താൽ വിസ കിട്ടും എന്നുള്ള കേസ് അത് ചുരുക്കാണ്. കുറെ പേര് ട്രാപ്പിലും പെട്ടിട്ടുണ്ട്. കുറെ കാശ് കൊടുത്തിട്ട് അവരുടെ കാശൊക്കെ വേറെ വഴിക്ക് പോയി. നിങ്ങൾ അത് ഇല്ലീഗലായിട്ടാണ് പരിപാടി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ കേസിന് പോയാൽ നിങ്ങളും കൊടുക്കും, അവന്മാരും കൊടുക്കും. അത് ആലോചിക്കുക. എങ്ങനെയാണേലും ഇവിടെ നിന്ന് അടിച്ച് പുറത്തിടും, കാശും കിട്ടത്തൊന്നുമില്ല. ചിലവർക്കുണ്ടല്ല, കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ട, എന്റെ നഷ്ടമായ 3 കോടിക്ക് ഞാൻ 5 കോടിയും ചെലവാക്കും എന്ന് പറഞ്ഞിറങ്ങുന്ന കുറെ ടീമൊക്കെ ഉണ്ട്. അവരെന്തായാലും ചേട്ടാ വിട്ടുകളാം. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഇവിടെ വരുമ്പോൾ തൊട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക. പാർട്ട് ടൈമിന്റെ ജോലിയായിട്ട് കണക്കാക്കുക. അതായത് നിങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് 20 മണിക്കൂർ നിങ്ങൾക്ക് അലോ ചെയ്യത്തുള്ളൂ. അതിന് പുറത്തായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാനാണ്. പിന്നെ ക്യാഷ് കാർഡ് ചെയ്യണവരുണ്ട്, അത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാനില്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത് ആ ജോലിയായിട്ട് കാണുക. അത് നിങ്ങളിപ്പോൾ ഒരു തവണ ഇവിടെ ഡാറ്റ സയൻസാണ് പഠിക്കണം, പക്ഷെ അവന് വെയിറ്റർ ജോലിയാണ്. വെയിറ്ററിന് കഴിഞ്ഞാൽ അത് അടുത്ത പൊസിഷൻ ഷെഫാന്ന് വെച്ചോ, ആ ഷെഫിനെങ്ങാണ്ട് 17 പൗണ്ട് സാലറി ഉണ്ട്. എന്നാൽ പിന്നെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യാം. എടാ, ലൈഫ് ഉള്ളത് പറയാലോ. ഇപ്പൊ ഷെഫിന് പോലും ഇവിടെ വിസയൊന്നുമില്ല. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയണം, ബാക്കി കൺട്രീസ് വെച്ച് നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ വേറെ കൺട്രീസിന് വേറെ റൂൾസ് ആയിരിക്കും. UK കേസ് പറഞ്ഞാൽ ഇവന്മാരൊക്കെ ഒന്നും സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. അത് ഓർത്ത് വെക്കുക. 2 ജോലിയും 2 ഇതായിട്ട് കാണുക. നിങ്ങൾ വന്നേക്കണം, നിങ്ങളൊരു ഇത്രയും വലിയ മാസ്റ്റേഴ്സ് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചേക്കണത് ഈ ജോലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനല്ല, നിങ്ങൾ പഠിച്ച ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അങ്ങനെ നോക്കുക. ഇനി വേറൊരു കൂട്ടരാ ആരാണ്ട് എന്നോടൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവിടെ ഒന്നും ജോലിയൊന്നും കിട്ടത്തില്ല.
നീ അപ്ലൈ ചെയ്തായിരുന്നോ? എനിക്ക് അവരോട് ചോദിക്കാനുള്ള, നീ അപ്ലൈ ചെയ്തായിരുന്നോ? നിനക്ക് ഇവിടെ നിന്നെങ്കിലും റിജക്ഷൻ വന്നായിരുന്നോ? ചിലവരുണ്ട്, അവന് 1000 ആപ്ലിക്കേഷൻ വിട്ടാന്ന് അവൻ എന്നോട് പറഞ്ഞു, പക്ഷെ അവനൊന്നും ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ ട്രൈ ചെയ്യണോ? എടാ മണ്ടൻ ചെറുക്ക, ചിലപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിലായിരിക്കും ചിലപ്പോൾ നിന്റെ 99% ആൾക്കാർക്ക് റിജക്ഷൻ കിട്ടിയില്ല, ആ 1% ചിലപ്പോൾ നീ ആയിരിക്കും. അപ്ലൈ ചെയ്യുക, മാക്സിമം അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് എനിക്ക് ജോലി കിട്ടിയത് പോട്ടെ, എനിക്ക് കിട്ടിയില്ല ഉള്ളത് പറയാലോ, പക്ഷെ എനിക്ക് 4 ഇന്റർവ്യൂ കിട്ടി. ഞാൻ ഇത് എന്റെ കൂട്ടുകാരോട് ഇപ്പൊ നിനക്ക് ഇന്റർവ്യൂ കിട്ടിയോന്ന്, അതാണ് പറഞ്ഞത്. ചെയ്യുക. എനിക്ക് ഒരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ, ഓക്കെ അയ്യോ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളഞ്ഞു, അപ്പൊ അത് പിന്നീട് എനിക്ക് മനസ്സിലായത്, അതായത് അന്ന് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നേ ചിലപ്പോൾ എനിക്കത് കിട്ടിയേനെ. ആ ഒരു സാധനം, ഒരു റിഗ്രറ്റ് തോന്നാണ്ടിരിക്കാൻ ഞാൻ ചെയ്യും. ആ ഒരു സാധനം നിങ്ങൾക്കും വേണം. ഒരു നല്ലൊരു ക്വാളിറ്റി. ഞാൻ പലപ്പോഴും എന്റെ കൂട്ടുകാരന്മാരെ തന്നെ എന്നോട് പറയണത്, ഓക്കെ ഇവൻ ചെയ്യുന്നുണ്ട്, അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു സാധനം നിങ്ങൾക്കും വേണം, ഉള്ളത് പറയാല്ല, മാക്സിമം ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ആ ഭാഗ്യം ഇരിക്കണം, അപ്പുറത്തെ ഭാഗ്യം തട്ടിക്കളയണ്ട. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അതായത് അവൻ പറഞ്ഞ് എനിക്ക് ആ ഒരു സയൻസ് മനസ്സിലായി, അവൻ അപ്ലൈ ചെയ്തു, അവന് കിട്ടിയില്ല, അതുപോലെ തന്നെ എനിക്കും കിട്ടത്തില്ല. എന്നതാണോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട്. ഇപ്പൊ കുറെ എണ്ണം അങ്ങനെയുണ്ട്. അപ്പോ ആ കുറെ എണ്ണത്തിൽ നിങ്ങൾ ഒരെണ്ണം ആവാൻ പാടില്ല. അതിനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ മാക്സിമം എഫോർട്ട് ഇടുക. ആ ഒരു റിഗ്രറ്റ് പിന്നീട് തോന്നരുത്, അയ്യോ അന്ന് ഞാൻ ഇത്ര അപ്ലൈ ചെയ്തായിരുന്നേ, എനിക്ക് 2 വർഷം ഉണ്ടല്ലോ, ഞാൻ ആ 2 വർഷവും വെറുതെ ഈ പാർട്ട് ടൈം ജോബ് കൂടുതൽ മണിക്കൂർ ചെയ്ത് കാശുണ്ടാക്കി നടന്നു. ആ ഒരു സാധനം എനിക്ക് മനസ്സിലാവും, കൂടുതൽ ഇവിടെ മണിക്കൂർ ചെയ്താലാണ് നിങ്ങൾക്ക് ഇവിടെ എഡ്യൂക്കേഷൻ ലോണൊക്കെ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ വന്നേക്കണ എന്തിനാന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കറിയാം, പട്ടിപ്പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ടയേർഡാണ്. ഒരു ദിവസത്തെ നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കിക്കണം. ഓക്കെ ഇന്ന ദിവസം ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ച് കേൾക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഒരു ജോബ് സെർച്ചിന് വേണ്ടി ഞാൻ മാറ്റി വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ പരിപാടി ഒന്നും നടക്കത്തില്ല. നിങ്ങൾ പിന്നെ ഒരു കംഫോർട്ടിലേക്ക് ചാടി പോവാൻ കിട്ടുവാടാ. നിങ്ങളൊരു ജോബിൽ ലാൻഡ് ചെയ്യേണ്ട ഒരു പ്രശ്നമില്ല. ഇവിടെ അത്യാവശ്യം നല്ലൊരു ജോബിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊന്നു നിന്റെ തലവര തന്നെ മാറും. അമ്മാതിരി നിങ്ങൾക്ക് എമൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കൺവേർഷൻ റേറ്റും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മേ ബി 1-2 വർഷം കൂടി നിങ്ങൾക്ക് കോടികൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. നാട്ടിലത്തെ ഇത് വെച്ച് നോക്കിയാണ്, ഇവിടെ കൂടിയെന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ ചിന്തിക്കൂ. ഇത് കുറെ പേരൊന്നും ചിന്തിക്കണില്ല, ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെ കുറെ എണ്ണങ്ങൾ. ഓക്കെ, വിട്ടുകള. ഇനി നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് വേണം. നീ ഇപ്പം ഇത്രയും പറഞ്ഞതല്ലേ, നീ ഇപ്പം ഇത്രയും നെഗറ്റീവ് മാത്രമല്ല, നീ വല്ല സൊല്യൂഷൻ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ചിലവർക്ക് വർക്കൗട്ടോ, ചിലവർക്ക് വർക്കൗട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പോലെ ഇരിക്കും. എനിവേ, നിങ്ങൾക്ക് ഇപ്പം 2 വർഷം ആയിക്കോട്ടെ PSW പോട്ടെ, ഇപ്പോൾ അവർ വെട്ടി കുറച്ച് 18 മാസമാക്കി. ഈ 18 മാസത്തിലെ ഫസ്റ്റ് ഇയർ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഒപ്പീനിയനും എൻ്റെ ഒരു ഐഡിയ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഫ്രീ ആയിട്ട്. ഓക്കെ, ഫസ്റ്റ് വർഷം നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, പഠിച്ചിറങ്ങണതിൻ്റെ ആ ഒരു 3 മാസം ഗ്യാപ്പിൽ തന്നെ നിങ്ങൾ ജോബ് അന്വേഷിക്കാൻ തുടങ്ങുക. ഏത് ജോബ്? ഇന്റേൺഷിപ്പ് അന്വേഷിക്കുക. ഓക്കെ, ഇന്റേൺഷിപ്പ് മാക്സിമം അപ്ലൈ ചെയ്യുക. ഓക്കെ, എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ലക്ക്, ആ ഇന്റേൺഷിപ്പ് മുന്നോട്ട് പോവുക. ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പഠിച്ച ഫീൽഡ് ഏതാണ് ആ ഫീൽഡിന്റെ ഇതിലായിട്ട് ജോബിലായിട്ട് അപ്ലൈ ചെയ്ത് കയറാൻ നോക്കുക. ഓൾറെഡി നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തു UK-ൽ. നിങ്ങൾക്ക് പൊതുവെ ബാക്കി ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനേക്കാളും നിങ്ങൾക്ക് ഒന്നും കൂടി മുൻഗണന കിട്ടും. UK എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ആ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചിലർ പഠിച്ച ഫീൽഡിൽ തന്നെ ഒന്നും കൂടി മുൻപോട്ട് നിൽക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇവിടെ തന്നെ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. EMI പോലെ നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പഠിച്ച നെറ്റ്വർക്കിംഗ് ആണ്. അപ്പൊ എന്റെ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേ CCNA, കോംറ്റിയ എന്നൊക്കെ പറഞ്ഞ കുറെ കോഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ആ കോഴ്സ് ഒരു 4-5 മാസം 6 മാസത്തെ ഇതങ്ങ് എടുത്തു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടും. ഒന്നും കൂടി അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കുക, അപ്ലൈ ചെയ്യുക. ഇന്റേൺഷിപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് നോക്കുക. അങ്ങനെ കുറെ കോഴ്സൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതൊന്നും വർക്കൗട്ട് ആയില്ല, സെക്കൻഡ് ഇയറിലോട്ട് കിടക്കാൻ പോയി. ഇനി നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം ഇനി നിങ്ങൾക്ക് എന്ത് കളി വേണമെങ്കിലും കളിക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നുള്ളവരാണെങ്കിൽ മാത്രം, അല്ലാണ്ട് ഈ വർഷം ഒരു വർഷം കൊണ്ട് എനിക്കൊന്നും സാധിക്കത്തില്ല, അത് പറഞ്ഞ് മാക്സിമം ഫണ്ട് ഉണ്ടാക്കി നാട്ടിലോട്ട് പോവുകയാണ്, എൻ്റെ ലോൺ ഏകദേശം ക്ലിയർ ആയി, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പോട്ടെ. ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, ഈ 2ാമത്തെ വർഷം നിങ്ങൾക്ക് ഇവിടെ UK നിന്നേ പറ്റുള്ളൂന്നുണ്ട്, സ്പോൺസർഷിപ്പ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇതിലായിട്ട് കയറാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ കെയർ ഹോം തന്നെ എടുത്തോട്ടെ, അവിടെ കുറെ കെയർ സെക്ടേഴ്സ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 1 ഇയർ നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് മുഹൂർത്തത്തിൽ സ്പോൺസർഷിപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് കെയർ ഹോമിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അവർ തരത്തില്ല. ഒരു 3 മാസമെങ്കിലും വേണം അവർക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യണം. അപ്പോൾ 2ാമത്തെ വർഷം എൻ്റെ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ജോബിലായിട്ട് ചാടി ഇവിടെ നിൽക്കണമെന്നുണ്ടവരാണ്. ഓക്കെ, ഇങ്ങനത്തെ ജോബിലായിട്ട് ചാടിക്കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുക. ഒരു 6 മാസം നിങ്ങൾക്ക് അവിടുത്തെ ഒരു സിസ്റ്റം മൊത്തത്തിൽ മനസ്സിലാവും. എന്നിട്ട് അവരോട് സ്പോൺസർഷിപ്പ് ചെയ്യാനുള്ള ബാക്കി പരിപാടികളായിട്ട് ചാടുക.
എന്നിട്ട് സ്പോൺസർഷിപ്പിലായിട്ട് എൻ്റെ അപ്പ് ചെയ്യുക. എൻ്റെ കൂട്ടുകാരൻ ഇപ്പം അങ്ങനെ ചെയ്തത്, അവന് കിട്ടിയിട്ടോ ഉള്ളത് പറയാലോ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ തരുന്നതാണ്. ഓക്കെ, ഇത് ഭയങ്കര ഇതായിട്ട് കാണരുത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത് പലതാണ്. ഈ കെയർ ഹോമിൻ്റെ തന്നെ പണ്ടൊക്കെ ഒന്നുകൂടി എളുപ്പമായിരുന്നു. ഇപ്പോൾ ഒരു 1281 എങ്ങാണ്ടും ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ കെയർ ഹോമിൻ്റെയൊക്കെ ലൈസൻസ് പോയി. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വേണം ഇങ്ങനത്തെ ഒരു കെയർ സെക്ടറിലായിട്ട് ചാടാൻ. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലരുത്, അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് വഴി റെഫർ ചെയ്ത് അങ്ങനെയൊക്കെ കയറാൻ നോക്കുക. രണ്ടാമത്തെ ഇയർ കുറച്ചും കൂടി സേഫ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്നേ പറ്റൂ, ഏത് പണിയാലും വേണ്ട, എനിക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം, എന്നിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ അത് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ചെയ്യും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നിൽക്കുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. രണ്ടാമത്തെ ഇയർ ആദ്യം മുതലേ നിങ്ങൾ ഇതിന് ട്രൈ ചെയ്യണം. അല്ലാണ്ട് അവസാന നിമിഷം ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും, നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ക്യാഷൊക്കെ കൊടുത്ത് എവിടെന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും തട്ടിപ്പിൽ ചെന്ന് ചാടും. ഉള്ളത് ഇവിടെ എനിക്കത് ഞാൻ കുറേ എണ്ണത്തിൽ കണ്ടിട്ടുണ്ട്. ആ 2 വർഷം പട്ടിപ്പണി ചെയ്തത് മൊത്തം രണ്ടാമത്തെ വർഷത്തെ അവസാനമാകുമ്പോൾ ഒരു വിസയ്ക്ക് വേണ്ടി കൊണ്ടുപോയി കളയും. പിന്നെയും ഒന്നേന്ന് പറഞ്ഞു തുടങ്ങും. സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് 2 കൊല്ലം പോയി, PSW കഴിഞ്ഞ് 2 കൊല്ലം പോയി, 4 കൊല്ലം ജീവിതത്തില്ല, ലൈഫിലെ 4 കൊല്ലം പോയി. എന്താലേ ഇനി ഒന്നേന്ന് പറഞ്ഞ് അടുത്തത് തുടങ്ങണം. ചിലവർ ഈ വിസയ്ക്ക് വേണ്ടി പിന്നെ ലോൺ എടുക്കുന്നവരുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കണം. അപ്പോൾ ഇതിലായിട്ടൊന്നും ഇങ്ങനെ പോയി ചാടാൻ പാടില്ല. ഞാനിവിടെ അറിഞ്ഞ് മനസ്സിലാക്കി കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ആദ്യം മുതലേ വേണം. അതനുസരിച്ച് മുന്നോട്ട് പോകുക, ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുക. എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം നമുക്ക്. ഇന്ന് ഇങ്ങനെ അങ്ങ് പോട്ടെ, നാളത്തെ കാര്യം നാളെ അല്ലേ, ആ രീതി നിങ്ങൾ മാറ്റണം ഇവിടെ വരുവാണെന്നുണ്ടേ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എനിക്ക് പറയണമെന്ന് തോന്നി, കാരണം എന്ന് വെച്ചാൽ കുറേ പേരെ ഞാൻ കണ്ടു, അതാ കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 2 വന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.